എടാ ഈ മരണാനന്തരം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണുള്ളത് അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വിശദീകരണം പക്ഷേ നമുക്ക് എനിക്കതിനെക്കുറിച്ച് പറഞ്ഞുകൂടാ. ഞാൻ പലതും കേട്ടതും പല വീഡിയോകൾ കണ്ടതുമായിട്ട് എനിക്ക് അതിൽ ശരിയെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ആദ്യത്തെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് പറയാൻ പോകുന്നത് ഈ പുനർജന്മം എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര വർഷം ഇവിടെ ജീവിക്കണം, ഭൂമിയിൽ ജീവിക്കണമെന്നുണ്ട്. അപ്പോൾ ആ കാലത്തിൽ നമ്മൾ ജീവിക്കും. ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ ചിലപ്പോൾ ആത്മഹത്യ നമുക്ക് മരണം സംഭവിക്കുന്നത് നമ്മുടെ ശരീരം നമുക്ക് ഇങ്ങനെ ആഹാരമൊക്കെ നമ്മൾ കേടാക്കുന്നില്ല. നമ്മൾ ഇതിനെ വിഷം കഴിക്കുന്നില്ല, നമ്മൾ കഴിക്കുന്ന ആഹാരം വിഷമാണ്. അപ്പോൾ അത് കഴിച്ച് നമ്മുടെ ശരീരം നമ്മുടെ ഡ്രസ്സ് ഈ ഒരു ഡ്രസ്സിനോട് നമുക്ക് ഇത്ര കാലം കഴിയും. അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് ഇല്ലാതെ ചിലപ്പോൾ നമുക്ക് 80 വയസ്സ് നമുക്ക് ജീവിക്കണം. നമ്മൾ ഇപ്പോൾ ഒരു 40 വയസ്സ് മരിക്കാൻ ബാക്കി 30 വർഷം നമ്മൾ ഈ ഡ്രസ്സ് ഇല്ലാതെ ജീവിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും നമുക്ക് ഒരു ജന്മം കിട്ടും. അത് സംബന്ധിച്ച് നമുക്ക് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, അല്ലാതെ നമുക്ക് വേറെ പാപം അങ്ങനെ സംഭവം ഡ്രസ്സിലൂടെ ജീവിക്കുക. ഡ്രസ്സ് നമ്മൾ ഈ ഡ്രസ്സിലൂടെ എന്തൊക്കെയാണ് ചെയ്തത് അതിന്റെ ഫലമായിട്ട് നമുക്ക് അടുത്ത ഡ്രസ്സ് കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ അതിന്റെ പാപം ഇവിടെ തന്നെ മനുഷ്യൻ ജന്മം ചെയ്യാൻ നമുക്ക് തീർക്കേണ്ടത്. മനുഷ്യൻ ഒരു മൃഗമായിട്ടോ ഒരു ഇതായിട്ട് ജനിക്കുന്നില്ല പാപം അനുഭവിക്കാൻ വേണ്ടി. പക്ഷേ മനുഷ്യനായിട്ട് ജനിക്കും. പക്ഷേ നമുക്ക് നമ്മളിവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ പാപം മൈനസ് പുണ്യം. അപ്പോൾ അതിൽ പോസിറ്റീവ് കിട്ടി കഴിഞ്ഞാൽ അതായത് പുണ്യങ്ങൾ കൂടുതൽ ചെയ്തെങ്കിൽ നമുക്ക് നല്ലൊരു ജന്മം കിട്ടും. നല്ല ജന്മം കഴിഞ്ഞാൽ നമുക്ക് ഒരു റിസ്ക് ഇല്ലാതെ ഒരു ഇല്ലാതെ ടെൻഷൻ ജീവിക്കാൻ പറ്റുന്ന മനുഷ്യൻ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഭിക്ഷ എടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ജീവിതം ഇവിടെ ആക്കിയിട്ട് അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മൾ ഈ പറയുന്ന കണക്കിനൊന്നുമില്ല. നമ്മൾ എനർജിയാണ്. ആ എനർജി ഇത്ര വർഷം ഇവിടെ ജീവിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് വേറൊരു രൂപം കിട്ടും, വേറൊരു വേഷം കിട്ടും. ആ